ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒരൊറ്റ കഷ്ണം മതി വയറ് ഫില്ലാവാനായിട്ട്. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഈ ഒരൊറ്റ സ്നാക്ക് മതിയാവും കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. കോഴിമുട്ട നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. ഓയിലും മുട്ടയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് കട്ടയില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്കറിയാം കോഴിമുട്ടയിൽ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടിയിട്ടുണ്ടാവും. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ചേർക്കുമ്പോൾ എപ്പോഴും ഈസ്റ്റ് എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ. ഇളം ചൂടുള്ള 1/2 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈസ്റ്റ് നല്ലപോലെ ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ആ ഒരു പാലിൻ്റെ നനവിൽ തന്നെ ഇത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ സ്നാക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കാം. എന്തായാലും ഞാനിതിവിടെ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബൗളിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു 1.5 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസസ് ആണ് കേട്ടോ. ഇനി ഇതൊന്ന് മസാല പുരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ പുരട്ടിയെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫ്രീസറിലാണ് 1/2 മണിക്കൂർ വെച്ചത്. പെട്ടെന്ന് മസാല പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഡീപ് ഫ്രൈ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റിയതിന് ശേഷം ഈ ഒരു പാനിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും 1 തക്കാളി കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ മതി കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഇനി ഓയിലൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇതൊന്ന് വളർന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് അങ്ങോട്ട് വഴറ്റി സോഫ്റ്റാക്കി എടുക്കൊന്നും വേണ്ട. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് അങ്ങനെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാശ്മീരി മുളക് പൊടി നിർബന്ധമൊന്നുമില്ല, ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്തുനിന്ന് മാത്രം. കുരുമുളക് പൊടി മാത്രമായാലും മതി. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/4 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം.
ഏകദേശം 1.5 മണിക്കൂറായപ്പോൾ നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല പോലെ പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് 2 എണ്ണം ആയിട്ടാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. ഈ മാവ് നമുക്ക് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം പൊടി തൂവിയതിന് ശേഷം നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് 2 ഈക്വൽ പോർഷൻസ് ആക്കിയിട്ട് മാറ്റാം. കണ്ടോ, ഞാനിപ്പോൾ ഇത് ഇതുപോലെ 2 പോർഷൻസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. മൈദ തൂവിയിട്ട് തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. നമുക്കറിയാം ഇത് ഇത്രയും വലിയ ബോളായതുകൊണ്ട് നല്ല കട്ടിയുള്ള കുബൂസ് പോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം വേറെ ഏതെങ്കിലും സോസ് പാൻ ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രമായാലും മതി കേട്ടോ. അതിൽ കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കുബൂസില്ലേ, അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഫില്ലിംഗ് ഇല്ലേ, അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അരികത്തേക്ക് അങ്ങനെ ഒരുപാട് അരികിലേക്ക് വെച്ച് കൊടുക്കണ്ട, സെൻട്രലായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസാണ്. റെസിപ്പി നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. മുട്ട ചേർത്തിട്ട് മുട്ട ചേർക്കാതെയൊക്കെയുള്ള മയോണൈസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ ഒരു മാവും കൂടെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് കുക്ക് ചെയ്യാത്ത മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും കേട്ടോ. സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, രണ്ടും കൂടെ പെട്ടെന്ന് ഒട്ടി കിട്ടും. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം അതിന് മുമ്പായിട്ട് 1 ടീസ്പൂൺ ബട്ടറും കുറച്ച് മല്ലിയിലയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഇത് കാണാൻ നല്ലൊരു ഗ്ലേസിങ്ങും പിന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം. ഇതൊന്നും നിർബന്ധമല്ല, ഓപ്ഷണലാണ്. ഇതിന് മുകളിലായിട്ട് നമ്മൾ ബട്ടറും മല്ലിയിലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കൊന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിലൊരു 30 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല പോലെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മൂടിയിലുള്ള അടപ്പ് ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് ഹോള് അടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 30 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് വെടിയിച്ചതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രീമി ഫില്ലിങ്ങോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ പക്കാവട ആണെങ്കിലും കട്ട്ലറ്റ് ആണെങ്കിലും ഒക്കെ ഓരോന്ന് ഉണ്ടാക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ ഇതാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. പെട്ടെന്നല്ല, ഒരു സ്നാക്ക് ഉണ്ടാക്കി തന്നെ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്